നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തീവ്ര യാഥാസ്ഥിതിക വലതുപക്ഷ കാലാൾപ്പട, ജൂതവിശ്വാസങ്ങൾ പാലിക്കുന്ന സംഘം, അതാണ് നെറ്റ്സായഹൂദ. ഇനിയിപ്പോൾ ഇസ്രയേലിന് നേരെ സാക്ഷാൽ ബെഞ്ചമിൻ നെതന്യാഹു തിരിഞ്ഞാലും തീർത്തിരിക്കും. ഇറാനുമായി എപ്പോൾ വേണമെങ്കിലും യുദ്ധമെന്ന ഘട്ടത്തിൽ നിൽക്കുകയാണ് ഇസ്രയേൽ. ഈ സമയത്ത് അമേരിക്കയിൽ നിന്ന് ഇസ്രയേലിനിട്ടൊരു പണി. വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ പൌരന്മാർക്കെതിരായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഇസ്രയേൽ സൈനിക യൂണിറ്റായ നെറ്റ്സായഹൂദ ബറ്റാലിയന് US ഉപരോധം ഏർപ്പെടുത്തും. US നീക്കത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിമർശിച്ചു. ഭീകരർക്കെതിരെ പൊരുതുന്ന തങ്ങളുടെ സൈന്യത്തിന് ഉപരോധം ഏർപ്പെടുത്തുന്നത് ധാർമ്മികമല്ലെന്ന് നെതന്യാഹു എക്സിൽ കുറിച്ചു. വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ വംശജർക്കെതിരെ അക്രമങ്ങൾ നടത്തിയ ഇസ്രയേലി പൌരന്മാർക്ക് US നേരത്തെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതാദ്യമായാണ് സൈനിക യൂണിറ്റിനെതിരെ ഉപരോധ നീക്കം. US കൂടുതൽ പ്രതികരിച്ചിട്ടില്ല. ഉപരോധം നടപ്പാക്കിയാൽ USന്റെ ആയുധങ്ങളും മറ്റ് സഹായങ്ങളും നെറ്റ്സായഹൂദയ്ക്ക് ഉപയോഗിക്കാനാകില്ല. US സൈന്യവുമായുള്ള സംയുക്ത പരിശീലനത്തിനും വിലക്ക് വരും. ഗാസ വിഷയത്തിൽ ഇസ്രയേൽ അമേരിക്ക ബന്ധം കൂടുതൽ വഷളാകുകയാണ്. അമേരിക്കയുടെ നീക്കത്തിലൂടെയാണ് ഭിന്നത പരസ്യമാകുന്നത്. ഇതാദ്യമായാണ് ഇസ്രയേലിനെതിരെ അമേരിക്ക ഉപരോധ നീക്കം നടത്തുന്നത്. ഇസ്രയേലി പ്രതിരോധ സേനയുടെ ഏതെങ്കിലും യൂണിറ്റിനെതിരെ ഉപരോധം ഏർപ്പെടുത്താമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതിനെ സർവ്വശക്തിയും ഉപയോഗിച്ച് നേരിടുമെന്നാണ് നെതന്യാഹുവിന്റെ വെല്ലുവിളി. 2022 നെറ്റ്സായഹൂദ സൈനികർ വെസ്റ്റ് ബാങ്കിൽ തടവിലാക്കിയ 78-കാരനായ അമേരിക്കൻ പലസ്തീനി ഉമർ അസദിനെ കണ്ണും കൈയും കെട്ടി കൊടും തണുപ്പുള്ള മേഖലയിൽ ഉപേക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് നെറ്റ്സായഹൂദ ബറ്റാലിയൻ കമാൻഡറെ ശാസിക്കുകയും 2 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. സമാനമായ നിരവധി കുറ്റങ്ങൾ ഈ സൈനിക യൂണിറ്റിനെതിരെ ആരോപിക്കപ്പെടുന്നുണ്ട്. തീവ്ര ചിന്താഗതിക്കാരായ ഇസ്രയേലി കുടിയേറ്റക്കാരാണ് ഈ യൂണിറ്റിലെ അംഗങ്ങൾ. വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേലി കുടിയേറ്റക്കാർക്ക് മേൽ അമേരിക്ക ഏപ്രിൽ 19 നിരവധി ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് നെറ്റ്സായഹൂദയ്ക്കെതിരെയും അമേരിക്ക നടപടിക്കൊരുങ്ങുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇത് അമേരിക്കയ്ക്ക് ഇസ്രയേലുമായി വർദ്ധിച്ചുവരുന്ന അസ്വാരസ്യങ്ങളുടെ സൂചനയാണെന്നാണ് വിലയിരുത്തൽ. ഇസ്രയേൽ പ്രധാനമന്ത്രിക്കു പുറമെ വാർ ക്യാബിനറ്റ് അംഗം ബെന്നി ഗാൻസും അമേരിക്കയുടെ നീക്കത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി സംസാരിച്ചിരുന്നുവെന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടതായും അറിയിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ ഇസ്രയേലിനെതിരായ ഏതൊരു ഉപരോധവും അബദ്ധമാകുമെന്നും ഗാൻസ് പ്രതികരിച്ചു. അതേസമയം ഇസ്രയേലി സൈനിക, പോലീസ് യൂണിറ്റുകൾ എന്നിവയെ അമേരിക്കയുടെ സഹായം സ്വീകരിക്കുന്നതിൽ നിന്ന് അയോഗ്യരാക്കണമെന്ന് ഇസ്രയേൽ ലീഹി വെറ്റിംഗ് ഫോറം മാസങ്ങൾക്ക് മുൻപ് ആന്റണി ബ്ലിങ്കനോട് ശുപാർശ ചെയ്തിരുന്നു. മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. ഉപരോധം ഏർപ്പെടുത്തുകയാണെങ്കിൽ അമേരിക്കയുടെ ധനസഹായം, ആയുധങ്ങൾ എന്നിവയൊന്നും നെറ്റ്സ യൂണിറ്റിലെ സൈനികർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല.